നമസ്കാരം. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വൈറ്റ് ഹൗസിലേക്ക് എത്തിയ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഹാർദവമായി സ്വീകരിച്ച് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ. ഇന്നലെയാണ് ഇരു നേതാക്കളും തമ്മിൽ വൈറ്റ് ഹൗസിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിന് ശേഷം കൂടിക്കാഴ്ച നടത്തിയത്. അടുത്ത വർഷം ജനുവരി 20-ന് സമാധാനപരമായ രീതിയിൽ തന്നെ അധികാര കൈമാറ്റം നടക്കുമെന്ന് ഇരു നേതാക്കളും രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അധികാര കൈമാറ്റം സുഗമമാക്കുമെന്നും ട്രംപിനെ കാണുമെന്നും ബൈഡൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും ജോ ബൈഡൻ ഇതിനായി ട്രംപിനെ ക്ഷണിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ 2020-ലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അന്നത്തെ പ്രസിഡന്റായിരുന്ന ട്രംപ് വിജയിച്ച ജോ ബൈഡനെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. ബൈഡൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. വൈറ്റ് ഹൗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈഡൻ ട്രംപിനെ വൈറ്റ് ഹൗസിൻ്റെ മുന്നിൽ സ്വീകരിച്ചത്. മുൻ പ്രസിഡന്റ് നിയുക്ത പ്രസിഡന്റിനെ സ്വീകരിക്കുന്നു എന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. തുടർന്ന് ഇരു നേതാക്കളും ഹസ്തദാനം ചെയ്തു. പിന്നീട് വൈറ്റ് ഹൗസിലെ പ്രസിഡന്റിൻ്റെ ഓഫീസായ ഓവൽ ഓഫീസിലേക്ക് ഇരുവരും എത്തി. തെരഞ്ഞെടുപ്പ് വേളയിൽ രൂക്ഷമായ പ്രതികരണങ്ങളുമായി ഏറ്റുമുട്ടിയ ട്രംപും ബൈഡനും അതെല്ലാം മറന്ന് തികഞ്ഞ സൗഹാർദ്ദ ഭാവത്തോടെ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഇരുവരുടെയും സ്നേഹപ്രകടനം ടെലിവിഷനിൽ കണ്ട പല അമേരിക്കക്കാരും അവരുടെ സമൂഹ മാധ്യമ പേജുകളിൽ തമാശയായി ബൈഡൻ ഇക്കുറി വോട്ട് ചെയ്തത് ട്രംപിനാണെന്ന് തോന്നുന്നു എന്ന രീതിയിലൊക്കെ തന്നെ കുറിപ്പിട്ടിരുന്നു. ഇത്തരം കുറിപ്പുകളും ചിത്രങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ വൈറലായി മാറുകയും ചെയ്തു. ഓവൽ ഓഫീസിൽ ഇരുവരും ഒരുമിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാനും മാധ്യമങ്ങൾക്ക് ആദ്യം കുറേ സമയം ഇരുവരും അനുവദിക്കുകയും ചെയ്തു. കൂടിക്കാഴ്ച അവസാനിക്കുന്നതിന് മുമ്പ് ജോ ബൈഡൻ തന്റെ പത്നി ജിൽ ബൈഡൻ ട്രംപിന്റെ ഭാര്യ മെലനിയയ്ക്ക് എഴുതിയ കത്തും കൈമാറി. മെലനിയയ്ക്ക് എന്ത് സഹായവും തന്നോട് ആവശ്യപ്പെടാമെന്ന് കത്തിൽ ജിൽ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. ട്രംപിനൊപ്പം ഇന്നലെ വൈറ്റ് ഹൗസിലെത്തി തന്റെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കണമെന്ന ജില്ലിന്റെ ആവശ്യം മെലനിയ കഴിഞ്ഞ ദിവസം നിരസിച്ചത് വിവാദം ഉയർത്തിയിരുന്നു. അമേരിക്കയിൽ നിയുക്ത പ്രസിഡന്റ് ആദ്യമായി വൈറ്റ് ഹൗസിലെത്തുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ പത്നിക്ക് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റിൻ്റെ ഭാര്യ ചായ സൽക്കാരം നടത്തുന്നത് പതിവാണ്. ആ ക്ഷണമാണ് മെലനിയ ഇക്കുറി നിരസിച്ചത്. മെലനിയ ഇപ്രാവശ്യം വൈറ്റ് ഹൗസിൽ സ്ഥിരമായി താമസിക്കില്ല എന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് അവർ ജില്ലിൻ്റെ ക്ഷണം നിരസിച്ചതെന്നും കരുതപ്പെടുന്നുണ്ട്. 20 വർഷത്തിനിടെ ജനപ്രിയ വോട്ട് നേടി പ്രസിഡന്റാവുന്ന ആദ്യ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാണ് ട്രംപ്. 2004-ൽ ജോർജ് ബുഷിന് ശേഷം ആദ്യമായാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഇലക്ട്രൽ വോട്ടിന് പുറമെ പോപ്പുലർ വോട്ടും കൂടി നേടി പ്രസിഡന്റാവുന്നത്. 2016 ഇലക്ട്രൽ കോളേജ് വോട്ടിൻ്റെ ബലത്തിലാണ് ട്രംപ് പ്രസിഡന്റായത്. പോപ്പുലർ വോട്ടുകളിൽ അന്ന് വിജയം എതിർ സ്ഥാനാർത്ഥി ഹിലരി ക്ലിൻ്റൺ ആയിരുന്നു. ഇത്തവണ ഇലക്ട്രൽ കോളേജ് പോപ്പുലർ വോട്ടുകൾക്ക് പുറമെ സെനറ്റും കീഴടക്കിയാണ് ട്രംപ് പ്രസിഡന്റാവുന്നത്. എന്തായാലും ഇക്കുറി അധികാര കൈമാറ്റം വളരെ സുഗമമായി നടക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. കഴിഞ്ഞ തവണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ നമുക്കറിയാം. അന്ന് അതിരൂക്ഷമായ രീതിയിൽ സംഘർഷമൊക്കെ നടന്നിരുന്നു. ഇതിൻ്റെ പേരിൽ ഡൊണാൾഡ് ട്രംപിനെ ജോ ബൈഡൻ്റെ അനുയായികൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയൊക്കെ തന്നെ ചെയ്തിരുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അന്ന് സൃഷ്ടിച്ചിരുന്നു. എങ്കിലും ഇക്കുറി ഇത്രയും വലിയൊരു ഭൂരിപക്ഷം നേടി എത്തുന്ന ഡൊണാൾഡ് ട്രംപിനെ വളരെ ഹൃദയപൂർവ്വം തന്നെയാണ് ജോ ബൈഡൻ സ്വീകരിച്ചത്. ജോ ബൈഡനും സ്ഥാനം ഒഴിയുകയാണ്. ഇനി അദ്ദേഹം ഒരിക്കലും പ്രസിഡന്റ് പദവിയിലേക്ക് ഇല്ല എന്നുള്ള ആ സത്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കാം വളരെയധികം സ്നേഹ സൗഹാർദ്ദങ്ങളോടെ തന്നെയാണ് അദ്ദേഹം ട്രംപിനോട് പെരുമാറിയത്.